ഇപ്പോൾ ബിസിനസ്സിനെ പറ്റി പറയുന്നു. ഇത് ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് നിജപ്പെടുത്താനാണോ താല്പര്യം, അതോ കുറച്ചുകൂടി വിപുലീകരിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല, ഇതങ്ങോട്ട് തുടങ്ങിയിട്ട് 1.5 മാസമേ ആയുള്ളൂ. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? നല്ലതാ. ഇവിടെ വരുന്നവരെല്ലാം പറയുമേ സാധാരണ ഈ ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെ ഈ സലൂണ് ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റിച്ചും അങ്ങനെ ഒരു ബഹളമാണല്ലോ. ഇവിടെ വരുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ഇതിന്റെ ഒരു ആംബിയൻസ് തന്നെയാണ്. ഞങ്ങൾ ഇത് ഗ്രീൻ ഒലിന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു എന്തോ ഒരു ഉണ്ടല്ലോ, ആ ഒരു കൂളിംഗ് ഒരു ഇഫക്റ്റ്. തീർച്ചയായിട്ടും തടിയുടെ പണിയും ആ ഒരു കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പിന്നെന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ വായിക്കാൻ ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെറുതെ ആണെങ്കിലും ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ പോലും വെറുതെ വന്നിരിക്കുക, കോഫിയൊക്കെ ഇവിടെ കൊടുക്കും, വായിക്കാം. അതല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് സംസാരിക്കാം. അതല്ല ഇവിടുത്തെ വർക്കുകളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നവരല്ല ആളുകൾ വരുന്നത്, ഒരു ഫോർമാലിറ്റീസും ഇല്ല. ഒരു വീട്ടിൽ കയറി വരുന്നവർ സ്വന്തം വീട് പോലെയാണ് ആളുകൾ നോക്കുന്നത്. ഇതെങ്ങനെയാണ്? ഇതൊരു ബിസിനസ്, ഒരു മാനേജ്മെൻറ്റ് സ്കില്ലാണോ, അതോ മാർക്കറ്റിംഗ് തന്ത്രമാണോ, അതും അല്ലെങ്കിൽ ശോഭന ജോർജിൻ്റെ വ്യക്തിപ്രഭാവമാണോ? അത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത അങ്ങനെയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഈ വീടിൻ്റെ ഗേറ്റ് ഒന്നും ഒരിക്കലും അങ്ങനെ ലോക്ക് ചെയ്യത്തില്ല. ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വരാം. ആ ഒരു രീതിയാണ്. ആര് വന്നാലും മേശപ്പുറത്ത് ഫുഡ് ഉള്ളത് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അല്ലാതെ ഇല്ല ഡ്രൈവർക്ക് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്കില്ല, അങ്ങനെയൊന്നുമില്ല. അവരും വന്ന് കഴിക്കും, എല്ലാവരും കഴിക്കും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ജനാധിപത്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നതുകൊണ്ടാവാം ഒരു സ്ഥാപനം തുടങ്ങിയപ്പോഴും ഒരു റിസപ്ഷൻ വേണം, അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് വേണം. എന്താ വന്നേ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ വരുന്നവര് ക്ലീഷേഡ് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ വളരെ ചെങ്ങന്നൂരിൻ്റെ പുത്രിയെ പോലെ ബിസിനസ്സും നമ്മൾ എല്ലാവർക്കും എല്ലാ വാതായനങ്ങളും തുറന്നിട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് ഈ തുടങ്ങി 1.5 മാസത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് സ്ത്രീകളാണല്ലോ. സ്ത്രീകൾ ഇപ്പോൾ ശോഭന ജോർജ് എന്നുള്ള MLA-യോടുള്ള പെരുമാറ്റമാണോ, അതോ ശോഭന ജോർജ് എന്നുള്ളൊരു ബിസിനസ് മാഗ്നറ്റിനോടുള്ള പെരുമാറ്റമാണോ? ഇവിടെ വരുന്നവർക്ക്, പ്രായമുള്ളവർക്ക് ഞാനൊരു മകളായിരിക്കും, എൻ്റെ ഏജുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഞാൻ അവരുടെ ഒരു സിസ്റ്റർ ആയിരിക്കും, അതിലും ചെറിയ കുട്ടികൾക്ക് ഞാൻ അവരുടെ അമ്മയായിരിക്കും, ഇവിടെ വരുന്ന കുഞ്ഞു പിള്ളേർക്ക് ഞാൻ ഒരു അമ്മമ്മയായിരിക്കും. അവരുടെ ഫാമിലിയുടെ ഇപ്പോൾ പലരും ഇങ്ങനെ പെൺകുട്ടികളുടെ കല്യാണം ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന ഉടനെ ആ അമ്മയെക്കാട്ടിൽ ടെൻഷനായി എനിക്ക്. ഇന്നിപ്പോൾ ഇവിടെ ഒരു അടുത്ത മാസം കല്യാണമുള്ള ഒരു കുട്ടി വന്നു. പക്ഷേ അതിൻ്റെ മുഖത്തെ പാടിൻ്റെ കാര്യത്തിൽ എനിക്കാ ടെൻഷൻ. ഞാൻ പറയാം അങ്ങനെയല്ല, ഇന്നതുപോലെ ചെയ്യണം. അതൊന്നും ഒരു പ്രൊഫഷണലായിട്ടുള്ളതല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു നല്ല ഒരു ചിന്ത കൊണ്ടാണ്. കാരണം അത് നന്നായി വരണം അങ്ങനെ. അതുകൊണ്ട് ഈ സാരിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് എല്ലാവരും ഇങ്ങനെ വെറുതെ അവർക്ക് ചേരാത്തതൊക്കെ വലിച്ചേൽപ്പിച്ച് വിടുക എന്നുള്ളതല്ല. നമുക്ക് തന്നെ ബോധ്യം വരുന്ന നല്ല അവരെ ഒരു കോൺഫിഡൻറ്റ് ഒരു വിമനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിന് പോകും, അടുത്ത ജന്മത്തിൽ നമ്മൾ പുരുഷനാവും. അപ്പോൾ ഭയങ്കര വൈരുദ്ധ്യമാണല്ലോ ആ രണ്ട് കാര്യങ്ങൾ. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കാര്യം എനിക്ക് ഈ ജന്മത്തിൽ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കണം, സ്ത്രീ ശാക്തീകരണമാണ്, ഞാൻ സ്ത്രീയായി അഭിമാനിക്കുന്നു. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് പുരുഷനാവണം. അത് ഒരാളെ തല്ലാനാണ്, അല്ല പലരെയും. അപ്പോൾ ഒരിത്തിരി ഗുണ്ടായിസമൊക്കെ ഞാൻ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആണോ? അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ, പ്രേക്ഷകർക്ക് അറിയാം, അറിയാല്ലേ? ശരി, ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം മുൻകോപമുണ്ടോ? മുൻകോപമുണ്ടോ? ഇല്ല. ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവവിശ്വാസിയായ ഒരാൾക്ക് ജാതകം കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒട്ടും അതിനകത്ത് ജാതകത്തിലോ നമ്മളെ കണ്ടെന്നു ചോദിച്ചാൽ ഒത്തിരി ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതല്ലേ. അപ്പം അവരുടെയൊക്കെ വിശ്വാസങ്ങളൊക്കെ നമ്മളിലേക്കൂടെ വരുമല്ലോ. അങ്ങനെ പലരും നമ്മളോട് ഇപ്പം നല്ല സമയമല്ല, മോശം സമയമാ എന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ടുള്ള വിശ്വാസം. ഈ ബോട്ടിക്കിനോടൊപ്പം തന്നെ ഈ സ്ത്രീകളുടെ അക്സസറീസ്, ജുവൽസ്, ഇതൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു അപ്പൊ ഇതൊക്കെ നമ്മൾ റോൾ മോഡലാണ്. ഈ പറയുന്ന ഈ ബിസിനസിന്റെ അംബാസഡർ ശോഭന ജോർജ് തന്നെയാണ്. ഈ ഗ്രീൻ ഒലിവിന്റെ അത് മാല ഇട്ടില്ലെങ്കിലും സുന്ദരിയാവും, പക്ഷെ ഇവിടെ മാല ഇട്ടാൽ കൂടുതൽ സുന്ദരിയാവും. അതാണ് ഈ മോതിരവും
ഇതൊക്കെ എഴുതാം. ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇത് ഞാൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബ്ലൂ സഫയർ എന്ന് പറയുന്ന ഒരു കല്ലിട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതൊന്നും നോക്കി ജെമ്മോളജിസ്റ്റിലൊന്നും ജെമ്മോളജിയിലൊന്നും വിശ്വസിക്കില്ല. ഇതൊക്കെ നമ്മുടെ അക്സസറീസ് പെടുന്ന ഭാഗമാണ്. ഇതിപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇപ്പോൾ ഒരു ബോട്ടിക്ക്, പിന്നെ നമ്മൾ പിന്നെ സ്പാ, മറ്റു കാര്യങ്ങൾ, ഒരു ഇൻറ്റീരിയർ ഡിസൈനിനുള്ള ഒരുപാട് സ്കോപ്പ് ഈ ഓഫീസിനകത്ത് കാണുന്നുണ്ട്. നാളെ പുറത്തൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്, അത്തരം ഒരു കാര്യത്തിൽ ബിസിനസ് വിപുലീകരിക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇപ്പം എൻ്റെ സണ്ണിലോ ഓൾറെഡി ഈ ആർക്കിടെക്റ്റാണ്. ഈ രംഗത്താണ്. സ്വന്തമായ ഓഫീസും സ്വന്തമായ വർക്കും, ഏറ്റവും നല്ല പാർപ്പിടത്തിനുള്ള മലയാള മനോരമയുടെ അവാർഡ് കിട്ടിയത് മോൻ പണിത വീടിനാണ്. അപ്പോൾ ഓൾറെഡി ഈ രംഗത്താണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ പ്രത്യേകിച്ചൊരു ഒന്നും തുടങ്ങേണ്ട ആവശ്യമില്ല.